കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന മനോഹരമായൊരു ഗ്രാമം. പ്രകൃതി രമണീയമായ അനവധി മലകൾ, അരുവികൾ, തോടുകൾ എന്നിവ കൊണ്ട് പശ്ചിമഘട്ടത്തിന് കീഴിലുള്ള മനോഹരമായൊരു ഗ്രാമം. ഇവിടെയാണ് നമ്മുടെ ഇടവക വികാരിയായ ബഹുമാനപ്പെട്ട തോമസ് കാട്ടുതുരുത്തി അച്ഛൻ്റെ കുടുംബഗ്രഹം. ഈ ഗ്രാമത്തിൻ്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്ന രീതിയിൽ ഒരു ഇടവക പള്ളിയും. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളന്റെ നാമധേയത്തിലുള്ള ഈ പള്ളി ഒട്ടനവധി വൈദികരെ തിരുസഭയ്ക്ക് നൽകിയ ഒരു പുണ്യഭൂമിയാണ്. മാനന്തവാടി രൂപതയുടെ കീഴിൽ ചുങ്കക്കുന്ന് ഫൊറോനയിലാണ് ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ ഇടവകയായ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി നിലകൊള്ളുന്നത്. ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ കുടുംബാംഗങ്ങളായി അദ്ദേഹത്തിൻ്റെ പിതാവ് യശശരീരനായ അഗസ്തി, മാതാവ് മറിയാമ, സഹോദരങ്ങളായ കുര്യാക്കോസ്, ജോണി, ടോമി, കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരേയൊരു സഹോദരിയായ മിനി, ഇവരടങ്ങുന്ന സന്തോഷകരമായൊരു കുടുംബം. ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ ചെറുപ്പകാലത്തെ വിദ്യാഭ്യാസ കാലഘട്ടം തുടങ്ങുന്നത് ഗവൺമെൻറ് UP സ്കൂൾ തലക്കനി കൊട്ടിയൂരിൽ നിന്നാണ്. അതിനുശേഷം അദ്ദേഹം IJM സ്കൂളിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ സഹപാഠികൾക്കും പഠിപ്പിച്ച അധ്യാപകർക്കും തോമസ് അച്ഛനെപ്പറ്റി പറയുമ്പോൾ 1000 നാവാണ്. ഇതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ പഠിച്ച IJM ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ സ്കൂളിൻ്റെ വരാന്തകളിലൂടെ അച്ഛൻ്റെ പഴയകാല ഓർമ്മകളെ ഞങ്ങൾ അനുസ്മരിക്കും. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സഹപാഠി ബഹുമാനപ്പെട്ട തോമസ് അച്ഛനെ പറ്റി പറയുന്നത് നമുക്ക് ശ്രവിക്കാം. പ്രിയ ബഹുമാനപ്പെട്ട ബേബി അച്ഛൻ വൈദിക പട്ടം സ്വീകരിച്ചിട്ട് ഞാൻ വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അച്ഛന് എല്ലാവിധ മംഗളങ്ങളും ഞാൻ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഇനിയും ഒരു 25 വർഷം കൂടി എങ്കിലും നമ്മുടെ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും സേവനം ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഞാൻ 25 വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ഓർമ്മയുണ്ട്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കാലം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞാനും അച്ഛനുമായിരുന്നു 10ാം ക്ലാസ്സിലെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് മത്സരിച്ചത്. അച്ഛൻ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നമുക്ക് 2 പേർക്കും തുല്യ വോട്ട് കിട്ടുകയും ആനക്കുട്ടി ടീച്ചർ ഞാർക്കടുപ്പിലൂടെ എന്നെ നമ്മുടെ ക്ലാസ് ലീഡറായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അന്ന് ഞാൻ ഓർക്കുന്നു, കൊട്ടിയൂർ IJM ഹൈസ്കൂളിൽ ആദ്യമായി വിദ്യാർത്ഥി പ്രസ്ഥാനം തുടങ്ങി SFIയുടെ നേതാവായി പ്രവർത്തിക്കുന്ന ഒരു ആളായിരുന്നു ഞാൻ. അന്ന് തുടങ്ങിയ ആ സൗഹൃദം ഇന്ന് ഈ 52 വയസ്സെത്തി നിൽക്കുമ്പോഴും നമ്മുടെ സൗഹൃദം എന്നും വളരെ സ്ട്രോങ് ആയി നിലനിൽക്കുന്നു എന്നത് തന്നെ ദൈവാനുഗ്രഹം. ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ മാതാവിന് നല്ലൊരു വൈദികനായി മാറിയ സ്വന്തം മകനെപ്പറ്റി എന്താണ് പ്രത്യേകിച്ചെടുത്തു പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. എൻ്റെ അമ്മച്ചി പറഞ്ഞു, പിന്നെ തോമസ് എന്ന് പേരിടണമെന്ന് പറഞ്ഞു. എന്നാലും പറഞ്ഞു നമുക്ക് ആർക്കും ഇല്ലല്ലോ തോമസ് പേര് എന്ന് പറഞ്ഞു. പള്ളിയിൽ ചെന്നപ്പോൾ പറഞ്ഞു ഒരു അച്ഛനായിരുന്നു മാംസം മുക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാ പേരിടുന്നു തോമസ് എന്നാന്ന് പറഞ്ഞു. എൻ്റെ പേര് കിടന്നോട്ടെന്ന് പറഞ്ഞു. അച്ഛൻ്റെ പേര് തോമസ് എന്നാണ്. അങ്ങനെ തോമസ് എന്ന് പേരിട്ട് അങ്ങനെ പിന്നെ 1ാം ക്ലാസ് തൊട്ട് നല്ലപോലെ പഠിക്കുമായിരുന്നു. സന്ധ്യയാകുമ്പോൾ സന്ധ്യയാകുമ്പോഴേ 7 മണിയാകുമ്പോഴേ ഞങ്ങളെല്ലാവരും കുരിശ് വരയ്ക്കുമായിരുന്നു. 7 മണിക്ക് കുരിശ് വരികയും കഴിഞ്ഞ് അങ്ങനെ 4ാം ക്ലാസ് ആദ്യ കുർബാന കഴിഞ്ഞപ്പോൾ മുതൽ ആൾത്താര ബാലനായി ഈ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ തന്നെയായിരുന്നു. ഇവിടെ തന്നെ. പിന്നെ ഹൈസ്കൂളിൽ ഇവിടെ തന്നെയാണ് പോയത്. ഹൈസ്കൂളിന് 10ാം ക്ലാസ്സിന് നല്ല മാർക്കോട് കൂടി ജയിച്ചു. സാർമാർക്കും ടീച്ചർമാർക്കും എല്ലാം വലിയ കാര്യമായിരുന്നു അച്ഛനോട്. അങ്ങനെ സെമിനാരിൽ പോയി.
സെമിനാരി പോകണമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. പുള്ളിയുടെ സ്വന്തം അഭിപ്രായത്തിന് തന്നെ പോയതാ. പോയി പഠിച്ചു, അച്ഛനായി. എല്ലാവർക്കും, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം നല്ല ഒരു മോനായിട്ട് അതെ. വളർന്നു വന്നു. ചെറുപ്പത്തിലേ പഠനത്തിൽ അത്യുത്സാഹിയായിരുന്നു തോമസ് എന്ന പൊടിമീശക്കാരൻ. എന്നാൽ പഠനത്തിൽ മാത്രമല്ല, സമസ്ത കലാകായിക മേഖലകളിലും തോമസ് മികവ് പുലർത്തിപ്പോന്നു. 10ാം തരം പരീക്ഷ നല്ല ഉയർന്ന മാർക്കോടുകൂടി ജയിച്ചു വന്ന തോമസ് എന്ന ചെറുപ്പക്കാരൻ ഒരു വൈദികനാകണം എന്ന ദൃഢനിശ്ചയത്തോടെ മൈനർ സെമിനാരിയായ മൗണ്ട് മേരി കോളേജിൽ ജൂൺ 16, 1989 എത്തിപ്പെട്ടു. തുടർ വൈദിക പഠനത്തിൻ്റെ ഭാഗമായി സെൻറ് തോമസ് അപ്പസ്തോലിക് സെമിനാരി, വടവാതൂർ, കോട്ടയം. ഇവിടെ ഫിലോസഫിയും തിയോളജിയും സമയബന്ധിതമായി അദ്ദേഹം പൂർത്തിയാക്കി. റീജൻസി കാലഘട്ടത്തെ തുടർന്ന് 1996 അദ്ദേഹത്തിൻ്റെ വെസ്റ്റീഷൻ എന്ന വിശുദ്ധമായ ചടങ്ങ് നടത്തപ്പെടുകയുണ്ടായി. ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ എത്രയും പ്രിയങ്കരനായ ബിഷപ്പ് ഇമ്മാനുവൽ പോത്തനാമുടിയിൽ നിന്നും ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ ദൈവകരങ്ങളിൽ തിരുപ്പട്ടം സ്വീകരിച്ചു. അദ്ദേഹം ആദ്യ കുർബാന ചൊല്ലി. ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ മൂത്ത സഹോദരനായ കുര്യാക്കോസ് ചേട്ടന് അദ്ദേഹത്തെപ്പറ്റി പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് ശ്രവിക്കാം. ഏറ്റവും ഇളയ സഹോദരനാണ് തോമസ് അച്ഛൻ. ചെറുപ്പം മുതലേ അച്ഛനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഞങ്ങളെ പോലെ സ്വഭാവമല്ല, എല്ലാവരോടും സംസാര രീതിയും ഇടപെടലും സ്നേഹത്തോടെയുള്ള പെരുമാറ്റമൊക്കെ അച്ഛന് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ആദ്യ ഖുർആനിക്ക് ശേഷം അച്ഛൻ കൊട്ടിയൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ അത്താറുമാലായിട്ട് സേവനം ചെയ്തു. എല്ലാവരോടും നല്ലൊരു സ്നേഹത്തോടെ പെരുമാറുന്നൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞ് നല്ല മാർക്കോട് പാസ്സാവുകയും അച്ഛനൊരു പക്വതയില്ലാത്ത പ്രായത്തിൽ ചെറിയൊരു തീരുമാനമെടുത്തു, എനിക്കിങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യണം, സെമിനാരിൽ പോകണമെന്ന്. അപ്പം ഞങ്ങളുടെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളത് വിലക്കി വേണ്ട എന്നുള്ളൊരു ഇതിൽ. ഇപ്പോൾ ഞങ്ങൾക്കത് തോന്നുന്നു അത് നല്ല തീരുമാനമാണ് അച്ഛനെടുത്തത്. അച്ഛനെ ആ തീരുമാനത്തിലൂടെ സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒത്തിരി അഭിമാനിക്കുന്നു ഞങ്ങളുടെ ഒരു സഹോദരൻ ഇങ്ങനൊരു വൈദികനായതിൽ. അച്ഛൻ ഒത്തിരി പ്രവർത്തനങ്ങൾ, ലളിതമായ ജീവിതം, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ലളിത ജീവിതം നയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളോട് ഒത്തിരി പ്രാവശ്യം ആവശ്യപ്പെട്ടു, ജൂബിലി നമുക്ക് 25 വർഷമായല്ലോ, 25 വർഷം ദൈവം നന്മകൾക്ക് നമുക്ക് നന്ദി പറയാം, ഇടവക്കാർക്കൊരു ചെറിയ സ്നേഹപൂർണ്ണ കൊടുത്തൊരു ആഘോഷിക്കാമെന്ന്. ഇല്ല, അച്ഛൻ അതൊന്നും ഒരു താല്പര്യമില്ല, ഏറ്റവും ലളിതമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ആ ജീവിതത്തിൽ ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ ബാംഗ്ലൂർ ഇപ്പം 2 വർഷമായിട്ട് സേവനം ചെയ്യുന്നു. അപ്പോൾ എപ്പോൾ വരുമ്പോഴും ഞങ്ങൾ ചോദിക്കും അവിടുത്തെ കൈക്കാരന്മാർ ഇടവക്കാരൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. കഴിഞ്ഞ ദിവസം ഞാനവിടെ ബാംഗ്ലൂർ വന്നായിരുന്നു ഒരു ദിവസം. നേരെ ഞാൻ ചോദിച്ചു, അച്ഛാ എങ്ങനെയുണ്ട്? കാരണം ഞാൻ ഇവിടെ വെള്ളൂന്നി പള്ളിയിൽ 10 വർഷം കൈക്കാരനായിട്ടൊക്കെ സേവനം ചെയ്തതാണ്. അപ്പോൾ അച്ഛനും ചോദിക്കും ഇടവക്കാരൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഇതുവരെ സേവനം ചെയ്തതിൽ ഏറ്റവും നല്ല ഒരു ഇടവകയാണ് ബാംഗ്ലൂർ. അവിടുത്തെ കൈക്കാരന്മാരൊക്കെ 100% ആത്മാർത്ഥതയായിട്ട് എന്നോട് സഹകരിക്കുന്നത്. ഞാനവിടെ കുർബാന ചൊല്ലിയിട്ട് മാത്രം ഇരുന്നാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം അവർ നോക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനമുണ്ട്. ദൈവം നൽകിയ ദൈവത്തിൻ്റെ, ഇത് അച്ഛൻ്റെ കഴിവോ ഞങ്ങളുടെ കഴിവോ അല്ല, ദൈവം നൽകിയൊരു കൃപയാണ്. ദൈവം നൽകിയൊരു കൃപ കൊണ്ടാണ് അച്ഛനക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. ഇനിയും ഒത്തിരി നന്മകളും പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനും എല്ലാത്തിനും കാട്ടുപുരുത്തി കുടുംബത്തിൻ്റെ പേരിൽ നിങ്ങളോട് ഹൃദയം നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ കർമ്മമണ്ഡലത്തിലെ എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും കൊട്ടിയൂർ എന്ന ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും, ഇടവക സമൂഹവും, മുൻ ഇടവകയിലെ അംഗങ്ങളും ബന്ധുമിത്രാദികളും നെഞ്ചിൽ കൈവച്ച് ആത്മഗതം പറഞ്ഞു. നല്ലതു മാത്രം ചെയ്യാനും എന്തിലും നന്മ മാത്രം കാണാനും കഴിയുന്ന നല്ലൊരു വൈദികൻ. ദൈവം അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇനിയും വഴികാട്ടട്ടെ. ആമേൻ.